നിങ്ങളുടെ മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ചിട്ട് എങ്ങനെ മാജിക്കൽ ആയിട്ടുള്ള ലൈറ്റ് പെയിന്റ് ഇമേജുകൾ പകർത്താമെന്ന് പഠിക്കാം. ലൈറ്റ് പെയിന്റ് ഫോട്ടോഗ്രഫി പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലൈറ്റ് കൊണ്ട് പെയിന്റ് ചെയ്യുന്ന പരിപാടിയാണ് ലൈറ്റ് പെയിന്റ് ഫോട്ടോഗ്രഫി. നിങ്ങളുടെ മൊബൈലിൻ്റെ ഷട്ടർ സ്പീഡ് കുറച്ച് വെച്ചിട്ട് ഈ സമയത്ത് നമ്മൾ സ്ക്രീനിൽ മനോഹരമായിട്ട് പെയിന്റ് ചെയ്യുകയും അങ്ങനെ ഇമേജ് ക്യാപ്ചർ ചെയ്യുകയും ചെയ്യുന്ന പരിപാടിയാണിത്. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് ലൈറ്റ് പെയിന്റ് ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പഠിക്കാം. സ്റ്റെപ്പ് നമ്പർ 1, നല്ലൊരു ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ ആദ്യത്തെ സ്റ്റെപ്പ്. വെളിച്ചം നന്നായിട്ട് കുറഞ്ഞതോ അല്ലെങ്കിൽ വളരെ ചെറിയൊരു ആംബിയൻ ലൈറ്റ് ഉള്ളതോ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആയിരിക്കും ഇതിന് ഏറ്റവും നല്ലത്. സ്റ്റെപ്പ് നമ്പർ 2, ക്യാമറ വളരെ സ്റ്റേബിൾ ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. അതായത് ക്യാമറ ഒരു നല്ല ട്രൈപോഡിൽ ഒട്ടും അനക്കമില്ലാതെ തന്നെ നമ്മൾ കീപ്പ് ചെയ്യണം. ക്യാമറയുടെ വളരെ ചെറിയൊരു അനക്കം പോലും നമുക്ക് ബ്ലറി ആയിട്ടുള്ള ഇമേജ് കിട്ടാൻ കാരണമാവാം. അതുകൊണ്ട് ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് വേണം ക്യാമറ വയ്ക്കാൻ. സ്റ്റെപ്പ് നമ്പർ 3, ക്യാമറ സെറ്റിംഗ്സ്. ആദ്യം നമ്മുടെ മൊബൈൽ ക്യാമറേനെ നമ്മൾ ഓട്ടോ മോഡിൽ നിന്ന് മാനുവൽ മോഡിലേക്ക് സ്വിച്ച് ചെയ്യണം. അതിനുശേഷം നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഒബ്ജക്റ്റിനെ വളരെ കൃത്യമായിട്ട് മാനുവലി ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ലൈറ്റ് പെയിന്റ് ചെയ്യുന്ന സമയത്ത് ഫോക്കസ് സ്വിച്ച് ആവാൻ സാധ്യതയുണ്ട്. അടുത്തത് ISO സെറ്റിംഗ്സ്. ISO നമ്മൾ മാക്സിമം കുറച്ച് വേണം വെക്കാൻ, അല്ലെങ്കിൽ നമുക്ക് വളരെ നോയ്സി ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും കിട്ടുക. നമ്മൾ നോർമലി എടുക്കുന്ന സമയത്ത് ഒരു 300-400 വരെയുള്ള ISO ഒക്കെ ഓക്കെ ആയിരിക്കും. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്രമീകരിച്ചാൽ മതി. അടുത്തത് ഷട്ടർ സ്പീഡ്. ഇതാണ് ഈ ഒരു പ്രോസസ്സിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സെറ്റിംഗ്സ്. നമുക്ക് ഷട്ടർ സ്പീഡ് ഏറ്റവും കുറച്ച് വെക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതായത് നമ്മുടെ ലൈറ്റ് പെയിൻറ്റിങ്ങിൻ്റെ രീതിക്ക് അനുസരിച്ച് നമുക്ക് 1/10 സെക്കൻഡ്സ് തൊട്ട് 2 സെക്കൻഡ്സോ 3 സെക്കൻഡ്സോ അതിൽ കൂടുതലോ ഒക്കെ വെക്കാൻ പറ്റും. നിങ്ങളുടെ പെയിൻറ്റിങ്ങിൻ്റെ രീതിക്ക് അനുസരിച്ചും സിറ്റുവേഷൻ അനുസരിച്ചും ഈ വാല്യൂസ് മാറ്റിയിട്ട് നല്ലൊരു ചിത്രം കിട്ടുന്നത് വരെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. സ്റ്റെപ്പ് നമ്പർ 4, ലൈറ്റ് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ലൈറ്റ് സോഴ്സ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഈ ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് നല്ലൊരു LED ലൈറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ഫ്ലാഷോ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് പെയിൻറ്റ് ചെയ്യാൻ പറ്റിയ എന്ത് ലൈറ്റ് സോഴ്സും ആവാം. സ്റ്റെപ്പ് നമ്പർ 5, വളരെ സ്റ്റില്ലായിട്ട് പോസ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റെപ്പിലെ പ്രധാനപ്പെട്ടത്. അതായത് നമ്മുടെ മോഡലിനോട് ഈ ഒരു പ്രോസസ്സ് സമയത്ത് ഒട്ടും അനങ്ങാതെ നിൽക്കാൻ വേണ്ടിയിട്ട് പറയണം. ചെറിയൊരു അനക്കം പോലും നമ്മുടെ ചിത്രത്തിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും. ഷട്ടർ ക്ലിക്ക് ചെയ്തിട്ട് ഇമേജ് പ്രോസസ്സ് ചെയ്യുന്ന സമയം വരെ പറ്റുമെങ്കിൽ ബ്രെത്ത് ഹോൾഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ സ്റ്റില്ലായിട്ട് നിൽക്കാൻ ശ്രമിക്കണം. സ്റ്റെപ്പ് നമ്പർ 6, നമ്മുടെ മൊബൈലിൽ ഒരു ഇയർഫോൺ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ വോളിയം ബട്ടൺ ഉപയോഗിച്ചിട്ട് ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴുള്ള ക്യാമറ ഷേക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായകമാവും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോഡൽ സ്റ്റില്ലായിട്ട് നിൽക്കുക. അതിനുശേഷം നമ്മുടെ ലൈറ്റ് സോഴ്സ് ഉപയോഗിച്ചിട്ട് ക്രിയേറ്റീവായിട്ട് ലൈറ്റ് പെയിൻറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഇട്ടിട്ടും അതുപോലെ തന്നെ സ്ക്രീനിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ഇമേജുകൾ ഇട്ടിട്ടും നല്ല മനോഹരമായിട്ടുള്ള ലൈറ്റ് പെയിൻറ്റ് ഇമേജുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നല്ല പോസിങ്ങും അതിനോട് ചേർന്ന് നിൽക്കുന്ന ലൈറ്റ് പെയിൻറ്റിങ്ങുകളും ചെയ്തിട്ട് നല്ല കണ്ണഞ്ചിപ്പിക്കുന്ന ചിത്രങ്ങൾ നമുക്ക് ഈ രീതി ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളുടെ നല്ല ലൈറ്റ് പെയിൻറ്റിങ്ങുകൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഫോട്ടോത്തിനെ ടാഗ് ചെയ്യാൻ മറക്കരുത്. നല്ല ചിത്രങ്ങൾ ഫോട്ടോത്തിൻ്റെ സ്റ്റോറിയിൽ ഫീച്ചർ ചെയ്യുന്നതായിരിക്കും. വീണ്ടും പുതിയൊരു ടെക്നിക്കുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. സീ യു ഗൈസ്, ബൈ.